എന്റെ ദൈവമേ, എന്റെ പ്രാർത്ഥനയുടെ ഫലം കൊണ്ട് എന്റെ ഈ വർക്ക്ഷോപ്പ് വലിയ തട്ടുകേടില്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എങ്കിലും എല്ലാരെ പോലെ എനിക്ക് വലിയ കാശുകാരനാകണമെന്നോ സ്വർണം മേടിക്കണമെന്നോ ഗോൾഡ് വേണമെന്നോ ഒരു ആഗ്രഹമില്ല. എന്റെ ഈ വർക്ക്ഷോപ്പ് കൊണ്ട് ഒരു സിൽവർ എങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു. അതാണ് എന്റെ ഒരു ആഗ്രഹം. അതെങ്കിലും സാധിച്ചു തരണേ ദൈവമേ. ഇതാണ് എന്റെ വർക്ക്ഷോപ്പിന്റെ പ്രത്യേകത. മണി 7 ആവുള്ളൂ, എന്റെ പണിക്കാരൻ പണി ആരംഭിച്ചിട്ടുണ്ട്. കുട്ടപ്പായി കിടന്നുറങ്ങുന്ന എന്റെ സ്വപ്നങ്ങൾ തടസ്സമാവരുത് കേട്ടോ. സ്വപ്നത്തിലെങ്കിലും നീ നിന്ന് പണിയുന്നുണ്ടല്ലോ, അതെങ്കിലും ഭാഗ്യം. ഞാൻ ഈ സ്വപ്നത്തിൽ ഈ പണിക്കാരനല്ലായിരുന്നു, ഞാൻ ജഡ്ജി ആയിരുന്നു. ഓർഡർ ഓർഡർ ഓർഡർ, അതായിരുന്നു എന്റെ സ്വപ്നം. 10ാം ക്ലാസ് തോറ്റ നീ ജഡ്ജിയല്ലടാ, കളക്ടറാണ്. കളക്ടർ മുതലാളി എന്നിങ്ങനെ വേദനിപ്പിക്കരുത് മുതലാളി. അല്ല, എന്റെ സാഹചര്യം കൊണ്ടല്ലേ മുതലാളി ഞാൻ 10ാം ക്ലാസ് തോറ്റുപോയത്. എന്താണ് നിന്റെ സാഹചര്യം? നിന്റെ അച്ഛൻ എന്തായിരുന്നു ജോലി? അച്ഛൻ ഹെഡ് മാസ്റ്റർ. അമ്മയ്ക്ക് എന്തായിരുന്നു പണി? അമ്മ ടീച്ചർ. ചേട്ടന്മാരൊക്കെ എന്ത് ചെയ്യുന്നു? ചേട്ടൻ ഇപ്പൊ ഇവിടുത്തെ ഡോക്ടറും ഒരു സ്ഥലവ്യവസ്ഥയും ഒരു എഞ്ചിനീയറും. അപ്പൊ നിന്റെ സാഹചര്യമല്ല, നിന്റെ ബുദ്ധിയില്ലായ്മ, അങ്ങനെ പറഞ്ഞാൽ മതി. അത് വിഷമിക്കൊന്നും വേണ്ടടാ. നമ്മുടെ ഈ ഒരു കൊലയിൽ ഒരു 5 മാങ്ങ ഉണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ കേട് വന്ന് പൊഴിഞ്ഞു പോകണം. അതിന് വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഞാൻ കാര്യം പറഞ്ഞുതരാം, എന്റെ ബുദ്ധിയെ കുറിച്ച് പറഞ്ഞാലുണ്ടല്ലോ. ബുദ്ധിയുടെ കാര്യം നീ എന്റെ അടുത്ത് പറയല്ലേ കുട്ടപ്പായി. എടാ, ഡീസൽ വണ്ടിക്ക് പെട്രോളിന്റെ എഞ്ചിനും പെട്രോൾ വണ്ടിക്ക് ഡീസലിന്റെ എഞ്ചിനും വെക്കാൻ നിന്റെ അടുത്ത് ആരാണ് പറഞ്ഞത്? എന്റെ മുതലാളി, ആരാണ് ഒരു ചേഞ്ച് ആഗ്രഹിക്കാത്തത്? ചേഞ്ച് ഞാൻ വെച്ച് കയറ്റി തരും. ഞാൻ ചോദിക്കട്ടെ, ഈ കാർ എന്തിനാ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടിരിക്കുന്നത്? അത് റേഡിയേറ്റർ ചൂടാവാൻ. എടാ, 1 മണിക്കൂറായിട്ട് എന്തിനാണ് റേഡിയേറ്റർ ചൂടാക്കുന്നത്? റേഡിയേറ്ററിൽ വെള്ളം ചൂടായാലും എനിക്ക് മുട്ട പുഴുങ്ങാൻ പറ്റുള്ളൂ, അത് മനസ്സിലാക്കണം. രാവിലെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി അപ്പവും ഉള്ളിക്കറിയും മാത്രമേ മേടിച്ചുള്ളൂ. മുട്ടയും കൂടെ ആകുമ്പോൾ മിക്സ് മുട്ടക്കറിയും കൂടെ കഴിക്കാം, അതുകൊണ്ട് മേടിച്ചത് ചൂടാക്കിയിട്ടാ. ഇങ്ങനെയാണ് ഈ ബോണറ്റിന്റെ പുറത്ത് ബുൾസ ഉണ്ടാക്കുമല്ലോ. ബുൾസ അത് വെറുതെ ഉണ്ടാക്കാൻ പറ്റത്തില്ല മുതലാളി. നല്ല വെയിലുള്ള സമയത്ത് ബോണറ്റിൽ ഇങ്ങനെ മുട്ട ഒട്ടിച്ചു കഴിഞ്ഞാൽ നല്ല 1ാം തരം ബുൾസ കിട്ടും, അറിയോ? നീ ഇതും ചെയ്യും, ഇതിന്റെ അപ്പുറം ചെയ്യുവടാ. ഈ കാര്യം പറഞ്ഞപ്പോഴാണ് വേറൊരു കാര്യം ഓർത്തത്. എടാ, ഇന്നലെ ഒരു അബദ്ധം പറ്റി. എന്തു പറ്റി? ഞാൻ എന്റെ പെണ്ണും പിള്ളക്ക് ഒരു ചുരിദാർ മേടിച്ചോണ്ട് കൊടുത്തടാ. ഇവളത് വടിപോലാക്കാൻ വേണ്ടി എന്തരുത് കഞ്ഞിവെള്ളത്തിൽ അങ്ങ് മുക്കിയിട്ട് അടുത്തോ എന്തുവാ ചുരിദാർ അങ്ങ് ചെറുതായി പോയത്. ഇതും പറഞ്ഞ് വഴക്കും ബഹളവും എല്ലാം അങ്ങ് അയ്യോ. പക്ഷെ ഞാൻ ഇവക്ക് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തു. എന്ത് ഐഡിയ? ഞാൻ പറഞ്ഞു, നീ ആ കഞ്ഞിവെള്ളത്തിൽ അങ്ങ് കുളിക്കണം. കുളിച്ചെണീക്കുമ്പോ നീ അങ്ങ് ചെറുതാവും, അപ്പൊ ഡ്രസ്സ് കറക്റ്റ് ആവും എന്ന് പറഞ്ഞു. അയ്യോ, എന്ത് ബുദ്ധിയാണ് എനിക്ക്. എന്റെ ദൈവമേ, ഈ വർഷോപ്പ് ഞാൻ എങ്ങനെയാലും പൊക്കി മേലോട്ട് കൊണ്ടുവരുമ്പോഴത്തേക്കും അത് അപ്പാടെ തകർത്തോണം. ഭക്തി വേണോടാ, ഭക്തി. അല്ലെ വർഷാപ്പ് പൊളിഞ്ഞു ഭക്തി വേണം. ഒരു 2 ചന്ദനത്തിരി കത്തിച്ചിട്ട് നിനക്ക് തുടങ്ങാനില്ലല്ലോ. എനിക്ക് ദൈവഭക്തി ഇല്ല, ഞാൻ നിരീശ്വരവാദിയാ, മനസ്സിലാക്കണം. ഓട്ടാ, നിനക്ക് അമ്പലത്തിൽ പോയിട്ട് വന്നിട്ട് ഇവിടെ പണി തുടങ്ങാനില്ലല്ലോ. ഞാൻ പറഞ്ഞ നിരീശ്വരവാദി, എനിക്ക് ദൈവഭക്തി ഇല്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? നിനക്ക് വിശ്വാസം? ഞാൻ വിശ്വസിക്കുന്നില്ല. എന്നെ മുതലാളി, എനിക്ക് വിശ്വാസം ഇല്ലെന്ന്. നിനക്ക് ദൈവവിശ്വാസം ഇല്ലേ? എന്റെ പൊന്നെ ഗുരുവായൂരപ്പനാണ് സത്യം, എനിക്ക് ദൈവവിശ്വാസം ഇല്ല. നീ ഇങ്ങനെ ഓരോ തെറ്റുകുറ്റങ്ങൾ അഴിക്കുമ്പോൾ നീ അത് പറയുന്നത് ശരിയാണോ തെറ്റാണോ മൊത്തം കൺഫ്യൂഷൻ ആയി പോയിക്കൊണ്ടിരിക്കുകയാണ്. വേറെ കാര്യമുണ്ട്, ഇന്ന് പണിക്ക് വേറെ ആൾ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ വാട്സാപ്പിലെ പണിക്കൊരാൾ വരുന്നുണ്ട്. സമ്മതിക്കത്തില്ലേ? എന്ത് മുതലാളി, ഒരു പട്ടിക്കുഞ്ഞു പോലും കയറാത്ത ഈ വർക്ക്ഷോപ്പ് ഇത്രയും പണിത് റെഡിയാക്കി വണ്ടികളും ജീപ്പും കാറുകളും കൊണ്ടുവരാൻ കഴിവ് ഞാനല്ലേ കാണിച്ചത്. അപ്പൊ എന്റെ അനുവാദം ഇല്ല ഇവിടെ ആരും കയറാൻ ഞാൻ സമ്മതിക്കത്തില്ല. എടാ, നിനക്കൊരു കൈസഹായം ആയിക്കോട്ടെ എന്ന് കരുതി ഈ പറയുന്നത്. ഓ, എനിക്ക് കൈസഹായമൊന്നും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക് പണം ഇറക്കിക്കോളാം. ഞാൻ ഒറ്റയ്ക്കാണല്ലോ ഇത്ര നാൾ നിന്നത്, അതുകൊണ്ട് ഇവിടെ ആരും വരാൻ ഞാൻ സമ്മതിക്കത്തില്ല. നീ സമ്മതിക്കത്തില്ല? ഇല്ല, സമ്മതിക്കത്തില്ല. എന്നാ പിന്നെ അവളോട് വരണ്ടെന്നൊക്കെ പറഞ്ഞേക്കാം. അല്ലാതെ എനിക്കെന്തു ആരാരും എന്നാ പിന്നെ ആ പെങ്കച്ചനോട് വരണ്ടെന്ന് പറ. ഇന്നലെ എന്റെ അടുത്ത് ചോദിച്ചേ പണിക്ക് ഇവിടെ നിന്നോട്ടെ, അതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് ഉള്ളു. ഞാൻ പറഞ്ഞു വിട്ടേക്കാം. അയ്യോ വേണ്ട, വരാൻ പറ. അല്ല വേണ്ട, ശരിയാത്തില്ല. അവർക്ക് ശമ്പളം കൊടുക്കണം. ഞാൻ ചിന്തിച്ചു കഴിഞ്ഞപ്പോ ശരിയാ, വേണ്ട 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 വിട്ടേക്കാം. മുതലാളി കട്ട് ചെയ്യണമെന്ന്. എന്ത് കട്ട് ചെയ്യണം? എന്റെ ശമ്പളത്തിൽ നിന്ന് പകുതി കട്ടിയിട്ട് ആ പെൺകുച്ചിന് കൊടുക്കണം. ഇവിടെ കല്യാണം ഇരിക്കുന്നത്, അവളും ജീവിക്കണ്ടേ? അപ്പൊ നിന്റെ കൈ സഹായം നിനക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട്? അത് ഈ കൈക്കാണ് സഹായം വേണ്ടെന്ന് പറഞ്ഞത്. ഈ കൈക്ക് ഇപ്പോഴും സഹായം വേണം എനിക്ക്. അവളെ വിളിച്ചോട്ടെ? മുതലാളി വിളിച്ചോണ്ടോ? അവള് പുറത്ത് പോണ്ട്. നിന്റെ അനുവാദം കിട്ടിയിട്ട് വിളിക്കാന്ന് വെച്ച് പറഞ്ഞു കേട്ടോ. പെട്ടെന്ന് വിളിച്ചോണ്ടോ? വിളിച്ചോണ്ട് വരാം. ദൈവമേ, ഈ വർക്ക്ഷോപ്പിൽ കരിയോയിലും ഡീസലിന്റെയും മണം അടിച്ച് എന്റെ ജീവിതം നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഒരു പെൺകുട്ടി വന്ന്, അപ്പൊ എന്റെ ജീവിതം പച്ച പിടിക്കും. ഈശ്വരാ, സുന്ദരി ആയിരിക്കണേ. ഈശ്വരാ, ദൈവമേ, അടിപൊളി ആയിരിക്കണേ ഭഗവാനെ. എടാ കുട്ടപ്പ, എടാ ഇവിടെ കസ്റ്റമർ വന്ന് നിൽക്കുന്നില്ലേ? ഞാനാ കുട്ടപ്പ, ഇത് എവിടെ പോകുന്നു? കോലാണോ ഇത്? കോലവാ? എന്റെ പൊന്നു മുതലാളി, നമ്മുടെ വർക്ക്ഷോപ്പിൽ വല്ലവരും വന്നു കഴിയുമ്പോ വൃത്തിമനായിട്ടൊക്കെ നിൽക്കണ്ടേ നമ്മള്? അത് ശരി. ഉള്ള ഗ്രീസും ഒക്കെ ഉണ്ടല്ലോ മുഖത്ത്. ഗ്രീസ് ഉണ്ടല്ലേ? ഞാനത് ഓർത്തില്ല മുതലാളി. ഇപ്പൊ പോയില്ലല്ലോ. ഇപ്പൊ അടിപൊളി വൃത്തിയായി. എന്റെ പൊന്നു കുഞ്ഞ് ഐശ്വര്യമായിട്ട് വലതുകാലം വെച്ച് കയറി കേട്ടോ. പണിസ്ഥലമാണേ.
എവിടെ കയറി പോകുന്നത്? അല്ല ഞാനേ ഇത്ര നാൾ ഈ വർഷോപ്പിൽ കിടന്നിട്ടേ ഇങ്ങനെ ഒരു സുന്ദരിയായ പെൺകുട്ടിനെ ഞാൻ കണ്ടിട്ടില്ല. നിന്റെ പോരുത്. എന്റെ പൊന്നു കുഞ്ഞെ, ഇവിടെ വർഷാപ്പിന് കുറച്ച് ചിട്ടവട്ടങ്ങളും നിയമങ്ങളും കാര്യങ്ങളും ഉണ്ട്. അത് ഞാൻ നിനക്ക് പറഞ്ഞു. അതെ, ഈ വർഷോപ്പ് ഇത്രയും പണിത് ഉയർത്തിയത് ആരാ? നീ തന്നെ സമ്മതിച്ചു. ഒരു പണി അറിയാത്ത മുതലാളി ഇത്ര പണക്കാരനാക്കിയത് ആരാ? അത് നീ തന്നെ. ഈ പോക്കറ്റ് വന്ന വീഴുന്ന പണം ഞാൻ കാരണമല്ല ഉണ്ടാക്കിയത്. അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞോളാം, മുതലാളി കൊണ്ട് മാറിയിരിക്കും. ഒരു പണി അറിയത്തില്ല, ഇന്റർവ്യൂ ചെയ്യാൻ എനിക്കല്ലേ അറിയാവുള്ളൂ. നമസ്കാരം, എന്തായിരുന്നു പേര്? मेरा नाम पूजा है। अभी काम आसान है कि काम चाहिए भाई, काम चाहिए प्लीज, काम चाहिए भाई, काम चाहिए। अरे भाई बोलो ना, काम चाहिए। എവിടുന്ന്? എടപ്പള്ളി ട്രാഫിക്കിലായിരുന്നു. ട്രാഫിക് പോലീസ് തന്നെയാണോ? ട്രാഫിക് പോലീസ് അല്ലടാ, ട്രാഫിക് ബ്ലോക്ക് ഞാൻ പെട്ടപ്പോ ഇവള് കാറിന്റെ ഡോറിൽ വന്ന് മുട്ടി. ഞാൻ ഗ്ലാസ് താത്തിട്ട് ചോദിച്ചു എന്താന്ന് ചോദിച്ചപ്പോ മൊബൈലിന്റെ സ്റ്റാൻഡ് വിൽക്കാൻ വന്നതാണ്. ഞാൻ വേണ്ടാന്ന് പറഞ്ഞു നോക്കി, വേണ്ടെന്നപ്പോ സിഗ്നൽ വീണ് ഞാൻ ചെയ്ത് ഇതും പൊക്കി ഗ്ലാസും പൊക്കിയിട്ട് മുന്നോട്ടങ്ങ് ആഞ്ഞതും എടാ ഇവിടെ കൈയകത്തും ഇവിടെ ഉടല് പുറത്തും കൈ മുറിഞ്ഞെന്നും പറഞ്ഞ് എന്റെ അടുത്ത് ബഹളവും പരാതിയായിട്ട് വന്നിട്ട് അവർക്ക് പണിയില്ല ഉണിയില്ല, എന്തെങ്കിലും ഒരു പണി കൊടുക്കണമെന്ന് നടക്കത്തില്ല. മുതലാളിക്കറിയല്ലോ, ഞാൻ ഒന്നാമത് സ്ത്രീ വിരോധിയും കൂടിയാണ്. സ്ത്രീകളെ കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല, പറഞ്ഞു വിട്. 2 മാസം കഴിഞ്ഞ് പറഞ്ഞു വിട്ടോളാം. മുതലാളി പറഞ്ഞു വിടാനാ പറഞ്ഞത്. എനിക്ക് ഹിന്ദിക്കാർ ഇഷ്ടമല്ല, അന്യ സംസ്ഥാന തൊഴിലാളികളെ കാണുന്ന കാര്യ പറഞ്ഞു വിട്. ഞാനല്ല നമുക്ക് ശമ്പളം കൊടുക്കുന്നത്, പിന്നെ നിനക്കെന്താ? ഓഹോ, മുതലാളിത്തം കൊള്ളാം, മുതലാളിത്തം കൊള്ളാം. അതെ, ഞാൻ പറഞ്ഞ സാധനങ്ങളെല്ലാം മേടിച്ചായിരുന്നു ഇവിടെ. എന്തുവാടാ? ആ വണ്ടിക്ക് വെക്കാനുള്ള ബാട്ടിൽ മേടിച്ചാ? അയ്യോ മറന്നുപോയി. ആ വണ്ടിക്ക് ബാട്ടിൽ കുടിക്കാനുള്ള വെള്ളം മേടിച്ചാ? മേടിക്കാം. എഞ്ചിൻ വരെ മേടിച്ചില്ലേ? ഡോക്ടറിന്റെ വണ്ടിക്ക് വെക്കാനുള്ള വൈപ്പറും മേടിച്ചില്ലേ? എന്റെ പൊന്നു മുതലാളി, മുതലാളി മേടിക്കുന്നത് ആര് മേടിക്കുന്നതൊക്കെ? കുറച്ച് ദേഷ്യം സത്യത്തിൽ ശരിക്കും മുതലാളി ഞാനാണ്, നീയാണ്. ഞാൻ മേടിച്ചോണ്ട് തരാം കേട്ടല്ലോ. മേടിച്ചോണ്ടോ? അതെ, ഓമ്പിതിനെ കൂടെ കൊണ്ടു. എന്റെ പൊന്നു കുഞ്ഞ് അവിടെ തൂക്കലും തുടക്കലും എന്തെങ്കിലും ചെറിയ ചെറിയ വർക്കുമായിട്ട് നിക്ക്, ഞാൻ ഇപ്പൊ വരാം കേട്ടോ. അയ്യോ, അങ്ങോട്ട് പറഞ്ഞോടാ, ഇങ്ങോട്ടാണോ പറഞ്ഞു വിടുന്നത്? മുതലാളി പോയാ ഓട്ടോ? അതെ അതെ, ഞാൻ വെറുതെ മുതലാളിയുടെ മുമ്പ് വെച്ച് വെറുതെ ദേഷ്യക്കാരൻ അഭിനയിച്ചതാ. എനിക്ക് വലിയ ദേഷ്യമൊന്നും ഇല്ല, ഞാൻ വളരെ പാവമാ. അത് മാത്രമല്ല, മുതലാളിയുടെ മുമ്പ് വെച്ച് ഞാൻ സമ്മതിച്ചു. ഞാൻ മുതലാളി ഓർക്കത്തില്ലേ കുട്ടിയുടെ സൗന്ദര്യത്തിന് മുമ്പ് ഞാൻ വീണ് പോയെന്ന്? അങ്ങനെ വരുത്താതിരിക്കാൻ വേണ്ടി പറഞ്ഞതാ. എനിക്ക് ഹിന്ദിക്കാരെ ഭയങ്കര ഇഷ്ടമാണ്. അയ്യോ, മാഷെന്നൊന്നും വിളിക്കണ്ട, ചേട്ടായിന്ന് വിളിച്ചാ മതി. അതാ പറഞ്ഞ പായലൊക്കെ കഴുകിടാനാ മുതലാളി പറഞ്ഞത്. നടക്കട്ടെ പരിപാടിയൊക്കെ എന്താ? ദൈവമേ, ഭാഷ അറിയാതെ ഇപ്പൊ പെട്ടുപോയേനെ. അയ്യോ, ദൈവമേ, സമയോചിതമായിട്ടൊരു ഹിന്ദി പാട്ട് പോലും വരുന്നില്ലല്ലോ മനസ്സിൽ. ആ, പൽതേസി പൽതേസി ജാനാ നഹീ ജാനാ നഹീ मुझे छोड़ के हो, मुझे छोड़ के. നമുക്കൊരു മലയാളത്തിൽ ഒന്ന് പിടിച്ചു നോക്കാം. നിഴലും പൂനിലാവുമായി ദൂരെ വന്നു ശശികല. ദേവദാർ പൂത്ത് മനസ്സിൻ ഹൃദയിൽ. ഇത് മലയാളം പാട്ടാണ് ചേട്ടാ. എനിക്ക് കുറച്ച് മലയാളം അറിയാം. എന്നാ കൂടുതൽ മലയാളം ഞാനങ്ങ് പഠിപ്പിക്കും. അതെ, എവിടുന്നാ വരുന്നേ? ആസാമിന്റെ അടുത്ത്. ആശാന്റെ വീടിന്റെ അടുത്താണോ വീട്? ഈ കള്ളപ്പാട്ടി ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇങ്ങനെ പെണ്ണ വീടിന്റെ അടുത്തുണ്ടെന്നുള്ളത്. അതല്ല ചേട്ടാ, മേം ആസാം സേ ഹൂം. ഹിന്ദി? ആമാ. ഓക്കെ. ഈ വരുന്ന ഞായറാഴ്ച ഒരു 5-6 പേരും കൂടി അങ്ങോട്ട് വരണമെങ്കിൽ ഇവിടുന്ന് എത്ര മണിക്ക് പുറപ്പെടണം? കാശൊന്നും വേണ്ട, കാശ് കല്യാണം നടന്നാൽ മതി. ഞങ്ങളുടെ വീട്ടുകാരല്ലേ ശ്രീധരത്തിന് എതിരാണ്. എന്റെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞു. അതാണ് ഒരു വണ്ടി സ്റ്റാർട്ടാക്കാൻ വന്ന അപ്പൊ അതിന്റെ പ്ലഗ് അടിച്ചു പോകും. പറഞ്ഞിട്ട് കാര്യമില്ല. ചേട്ടാ, ഓ ചേട്ടോ, ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് 5 വർഷമായപ്പോ സെപ്പറേറ്റഡ്. വാട്ട് എ സർപ്രൈസ്! ഇതാണ് കൊള്ളാവുന്നത്. അതെ, നിങ്ങൾ എന്തിനാ പിരിഞ്ഞ്? ആസാമിലെ ബഡാ ഗുണ്ടാ ഹേ. ഗുണ്ടാന്ന് വെച്ചാ ചേട്ടാ, എന്നെ ആരെങ്കിലും നോക്കിയാ അവരെ പോയി ഇടി വെത്ത് കുത്ത് എല്ലാം ചെയ്യും. പെട്രോൾ പമ്പിന്റെ അടുത്താണല്ലോ ഈശ്വരാ ഈ പിടിയായിട്ട് ഞാൻ ചെന്നത്. ചേട്ടൻ മേടിക്കണ്ട, അയാളിപ്പോ ജയിലിലാ. ആണോ? അതെ അല്ലേ? ഉടനെ എങ്ങാനും വരുവോ പുള്ളി? ഉടനെ വന്നാൽ അപ്പൊ തന്നെ ജയിലിൽ പോവും. അതെന്താ അത്ര ഉറപ്പ്? ചേട്ടന് ഇപ്പൊ എന്നെ നോക്കിയില്ലേ, അപ്പൊ ചേട്ടന് കുത്തിക്കൊള്ളും. ചേട്ടൻ പേടിക്കണ്ട, ഞാൻ കേരളത്തിലുള്ള കാര്യം അയാൾക്ക് അറിയില്ല. അറിയരുത്, അവൻ ഒരിക്കലും അറിയാൻ പാടില്ല അതൊന്നും. ഇവിടെ എവിടെ താമസിക്കുന്ന? താമസമൊക്കെ എവിടെ ആയിരിക്കും? ഞാൻ ഇവിടെ 2 മാസം ഇവിടെ തന്നെ. 2 മാസം ഇവിടെ താമസിക്കുന്നത്? എന്തിനാ 2 മാസം താമസിക്കുന്ന? ജീവിതകാലം മുഴുവൻ ഇവിടെ താമസിക്കൂടെ? ചേട്ടാ, എനിക്ക് പണി അറിയില്ല ചേട്ടാ. എന്തിനാ പണി അറിയത്തില്ലത്? ഞാനില്ലേ മുത്തേ പഠിപ്പിച്ചു തരാൻ നിനക്ക് പണി.
ചേട്ടാ ആ. ഞാൻ പാട്ട് പാടി നടന്നാ മതിയാ ആ. എനിക്ക് പണി പഠിപ്പിച്ചതാ ചേട്ടാ. പണിയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം, ശ്രദ്ധിച്ച് കേട്ടോണം. ആ. ഇങ്ങ് വരൂ. ഈ 4 വിരൽ ഉയർത്തു, തള്ളവിരൽ അമർത്തു, സ്പാനർ ഇങ്ങനെ എടുക്കണം, നട്ടിന് വെക്കണം, കറക്കണം, വലത്തോട്ടും ഇടത്തോട്ടും ഇങ്ങനെ കറക്കണം, കറക്കിക്കൊണ്ടേയിരിക്കണം, കറക്കണം 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 കറക്കണം. എന്തുവാടാ ഇത്? ബാഹുബലി ഹിന്ദി റീമേക്ക് അതോ ടൈറ്റാനിക്കോ? മുതലാളി നാണം കെട്ട പരിപാടി കാണിക്കരുത്. ഞാൻ കാണിച്ചു. ഒരു മുറിയിലോട്ടോ ഒരു സ്ഥാപനത്തോടെ കയറി വരുമ്പോ ഒന്ന് മുട്ടണം, അതല്ലെങ്കിൽ ഇവിടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കണം, അല്ല വെറുതെ ഇങ്ങനെ കയറി വരരുത്. എന്റെ സ്ഥാപനത്തിൽ വരാനോ? അവനല്ലാതെ ഇപ്പൊ ആ ഒന്നും അറിയാത്ത നിരപരാധിയായ പെൺകുട്ടി ഞാനും കുറ്റക്കാരായില്ലേ? ക്ഷമിക്കട, അറിഞ്ഞില്ലടാ, സോറി. ഇതൊക്കെ എപ്പോ പഠിക്കുന്നത് ഇതൊക്കെ ഇനിയൊക്കെ? സോറി, നീ ക്ഷമിക്ക്. ഞാൻ പറഞ്ഞ സാധനങ്ങളൊക്കെ നീ പറഞ്ഞ എല്ലാ കേബിളും അത് ഓയിലും എല്ലാ സാധനവും മേടിച്ചിട്ടുണ്ടെന്നാ എല്ലാം ഇത് പണിയണം. ആ ഓക്കെ, എല്ലാം ഉണ്ടല്ലോ. ബായ്. ഓ. എന്നാ വൈകിട്ട് നിനക്ക് അടിക്കാനുള്ള കാര്യമില്ല. സന്തോഷിക്കുക, ഹാപ്പി കേട്ടാ. ഇതുള്ളത് ഇതെപ്പോഴും തരുന്നതുകൊണ്ട് മാത്രമാണ് എനിക്ക് മുതലാളിയോട് ഭയങ്കര ഇഷ്ടം. കുഞ്ഞേ, ഇവിടുത്തെ പരിസരം വർഷാപ്പൊക്കെ ഇഷ്ടപ്പെട്ടോ? ഹാജി. ആണ്. പിന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെ പറയാൻ മടിക്കരുത് കേട്ടല്ലോ. ഹാജി, ഹാജി. പിന്നെ വൈകുന്നേരത്തെ ഫുഡൊക്കെ ഞാൻ അറേഞ്ച് ചെയ്ത് തരാം, കുഴപ്പമൊന്നുമില്ല കേട്ടാ. ഹാജി, കുറച്ച് ആളിങ്ങനെ ഹാജി. അഡ്ജസ്റ്റ് ചെയ്ത് പോ. ഹാജി. മുതലാളി, ഓ, അവളെ ആരോ പ്രാകുന്നുണ്ട് മുതലാളി. അതെന്നാ? മുതലാളി ചോദിക്കുന്ന ചോദ്യങ്ങളെല്ലാം അവളെ ഹാജി ഹാജി നമ്മൾ തുമ്പുന്നു കണ്ടില്ലേ? എടാ, അവള് തുമ്പിയതല്ലടാ. ഓക്കേ, ടീക്കേന്ന് പറഞ്ഞതാ. ഹിന്ദി അറിയണ, ഹിന്ദി കേട്ടാലോ. എനിക്ക് എന്തൊന്നും അറിയത്തില്ല. മുതലാളി അവള് പണി പഠിച്ചോണ്ടിരിക്കുവല്ലേ, ആ. മനുഷ്യനെ ഡിസ്റ്റർബ് ചെയ്യല്ലേ? അല്ല പിന്നെ ഇത് പുള്ളിക്ക് കഴിക്കാൻ വേണ്ടി മേടിച്ചിട്ട് വന്നാ, എനിക്ക് കഴിക്കാനല്ല. ചേട്ടാ ഞാൻ കുടിക്കും ചേട്ടാ. ആണല്ലേ? ആ. ശ്ശെടാ. എടാ, കുട്ടപ്പായി. എന്താന്ന്? എടാ, ഇഞ്ഞ് വന്നേ. എന്താണ് മുതലാളി? എടാ, ഇഞ്ഞ് വന്നേടാ. ആ എടാ, ഇത് അവളല്ലേടാ? അവള് ലഹരി. ലഹരിയോ? ആ. ശരിയാണ് മുതലാളി, അവളിപ്പോൾ എനിക്ക് മനസ്സിലൊരു ലഹരി തന്നെയാണ് മുതലാളി. എടാ, പൊട്ടാ, ഇങ്ങോട്ട് വന്നേ. ആ. എടാ, ഇത് അവളുടെ ഫോട്ടോ അല്ലേ ഇത്? ഇതാ, ആ, ഞാൻ നോക്കട്ടെ, വിട്ടെ. നോക്ക് നോക്ക്. അല്ല മുതലാളി, അതെന്നാ? അവക്കൊരു കടുകണ്ണയുടെ മണോ? എടാ, പൊട്ടാ, അതല്ലെന്ന്. ഈ ഫോട്ടോ നോക്ക്. ഈ ഫോട്ടോ വാർത്ത വായിക്കടാ. ആ. അന്യ സംസ്ഥാന തൊഴിലാളികൾ ലഹരിയുമായി കേരളത്തിലേക്ക്. ആ. പോലീസ് വലയത്തിൽ നിന്നും രക്ഷപ്പെട്ട ഇവരെ പിടികൂടാൻ സഹായിക്കുന്നവർക്ക് 1 ലക്ഷം രൂപ പാരിതോഷികം. എടാ, ഇത് ഇവളുടെ ഫോട്ടോടാ. ആണോ? ഇവളാണത്. ഉറപ്പാണോ? അവള് തന്നെയാണോ? അവ പിടിച്ചോടത്ത് പ്രശ്നം കിട്ടുമോ? 1 ലക്ഷം രൂപ നമുക്ക് കിട്ടുവാടാ. നീ ഉറപ്പ് പിടിക്ക്. ഉറപ്പാണല്ലോ അല്ലേ? നീ പിടിക്കടാ. 1 ലക്ഷം രൂപ നമുക്കുള്ളയാടാ. ഞാൻ പിടിക്കാൻ പോവാണേ, ഞാൻ പിടിക്കാൻ പോവാണേ. ആ. അയ്യോ. ആയ്. ക്യാ? ക്യാ करने चाहिए? ഒന്നുമില്ല എന്റെ പൊന്നമ്മച്ചി, ഒന്നുമില്ല. എന്താടാ? അതെ, ആ. ഞാൻ അവളെ പിടിക്കത്തില്ല മുതലാളി. എന്താ കാര്യം പറ. കാര്യം എന്ന് പറഞ്ഞാലേ, ഇവളെ പിടിച്ചു കൊടുത്ത 1 ലക്ഷം രൂപ കിട്ടും. ആ. പക്ഷെ പിടിച്ചു കൊടുത്തതിന് ശേഷമേ സ്ത്രീകളെ കയറി പിടിച്ചെന്ന് പറഞ്ഞ് 10 ലക്ഷം രൂപ ഞാൻ സർക്കാരിന് അടിച്ചു കൊടുക്കേണ്ടി വരും. എങ്ങനെ അതില്ല മുതലാളി? എങ്ങനെ നാട് നന്നാകും?